പൊന്നു മോളെ അച്ചു, നീ ഇവിടെ വന്ന് സ്വപ്നം കണ്ടോണ്ടിരിക്കുവാണോടി മണവാട്ടി? നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? വാ, ഇച്ചായും വന്നു. നീ റെഡിയാവാൻ വന്നേ. എടി മിയ, എനിക്കാണെങ്കിൽ വിറച്ചിട്ട് നിൽക്കാൻ പാടില്ല. ഞാനിന്നങ്ങോട്ട് പോകണോ? താലി കെട്ടിക്കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയത്, പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. അതാണെങ്കിൽ ഇച്ചായൻ ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി വന്നിട്ട് പോയതല്ലേ. സാരമില്ല, നീ ഒന്ന് വന്നേ. ഇനി സമയം കളയണ്ട. ഇനി മമ്മി ഇതിന് വേണ്ടിയിട്ട് എന്നെ വഴക്ക് പറയും. വാ, ഞാൻ റെഡിയാക്കി തരാം. അവനെ ഡോക്ടറാക്കണമെന്ന് ആഗ്രഹിച്ച ഞാനടി, പക്ഷെ ഇതിപ്പോൾ ഒരു അബദ്ധമായി പോയെന്നാടി എനിക്ക് തോന്നുന്നത്. അവൻ എത്തിയോ? ആ കൊച്ചിന് എന്നാ തോന്നിക്കാണുമോ എന്തോ. ഇച്ചായൻ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. അത് അവൾക്കും അറിയാവുന്നതല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവൻ്റെ ക്യാരക്ടർ ഇങ്ങനെയൊക്കെയാന്ന്. പിന്നെ ഇച്ചായന് കൂട്ടുകാരന് കൊടുത്ത വാക്ക് അവനും പാലിച്ച്. പിന്നെ സ്നേഹക്കിനെ അവർ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതാണൊരു പ്രശ്നം. ഇപ്പം മീയാണെങ്കിൽ ആ കൊച്ചിനെ ഒരുക്കം കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഒരു പൊട്ടിത്തെറി നടക്കാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ ആപ്പാടെ അവനൊരു സ്നേഹം കണ്ടിട്ടുള്ളത് ആ ജോലിയോടാ. ആ കൊച്ചിൻ്റെ കണ്ണുനീർ ഈ കുടുംബത്ത് വീഴാതിരുന്നാൽ മതി. കാത്തോണേ കർത്താവേ. ഇത് കൊള്ളാലോ ഈ മുറി. നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ റൂമിൽ മാത്രം കേട്ടിട്ടില്ല. പക്ഷെ മൊത്തത്തിലൊരു ഡാർക്ക് തീം. അച്ചു, എന്താ നീ വെളിയിലേക്ക് നോക്കുന്നത്? മുറിയൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? വന്നിവിടെ ഇരിക്കെ, എനിക്ക് കുറച്ച് സംസാരിക്കണം. എന്നതാ ഇച്ചായ? എൻ്റെ ജോലിയുടെ തിരക്ക് നിനക്കറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് എനിക്ക് റിസപ്ഷനിൽ വരാൻ പറ്റിയില്ല. ആദ്യം ഐ എം സോറി ഫോർ ദാറ്റ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, സത്യസന്ധമായിട്ട് തുറന്നു പറയാലോ, എനിക്ക് ഈ കല്യാണത്തിനോട് യാതൊരു താല്പര്യമില്ലായിരുന്നു. പിന്നെ അപ്പം കൊടുത്ത വാക്കിൻ്റെ പുറത്താണ് വാക്ക് തെറ്റിക്കുന്ന കുടുംബത്തിന് നാണക്കേടുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണം കഴിച്ചതും. ഹേയ്, ഞാൻ പറഞ്ഞു തീർന്നില്ല. നീ ഇങ്ങനെ പേടിച്ചെന്നെ നോക്കുകയും വേണ്ട. അതൊക്കെ മുമ്പ്. പക്ഷെ ഇന്ന് മുതൽ നമ്മളെല്ലാ അർത്ഥത്തിലും ഭാര്യയും ഭർത്താവും ആയിരിക്കണം. ഞാൻ പറയുന്നത് എന്താണെന്ന് അച്ഛന് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് പിന്നെ എനിക്ക് അച്ചോ, ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്നെ വീണ്ടും വീണ്ടും നീ പറയിപ്പിക്കരുത്. റിലാക്സ് അച്ഛാ. ഒത്തിരി വേദനിച്ചോ അച്ചു? ചെറുതായിട്ട്. സമയത്രയായോ? എഴുന്നേക്കണ്ടേ? നമുക്ക് പോയി ഫ്രഷ് ആയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നീ റെസ്റ്റ് എടുക്കുക. എനിക്കെങ്കിലും ഹോസ്പിറ്റലിൽ പോകണമെന്ന്. എന്താടി മിയ, നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ്? അച്ചു വരെ കിട്ടി. എപ്പോഴാണ് നമ്മുടെ കാര്യം വീട്ടിൽ പറയുന്നത്? ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കൊച്ചു വെളുപ്പം കാലത്ത് ഹോസ്പിറ്റലിൽ പോയി എന്നെ നീ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത്. നിന്നെ ഞാനാണെങ്കിൽ ഇപ്പം കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിൻ്റെ പഠിത്തമൊക്കെ കഴിയട്ടെ. നീ ഒന്നാതെ ചെറുത്, അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ കല്യാണം കൂടെ. ഇയാളോട് ചോദിച്ചാൽ എന്നെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സിനൊന്നും പ്രണയിക്കാൻ പോകരുത്. ഡോക്ടേഴ്സിന് എന്താടി കുഴപ്പം?
പിന്നെ അച്ഛൻ്റെ കാര്യം കഴിഞ്ഞിട്ടാണ് നിനക്ക് ഈ തിളക്കുന്നെങ്കിൽ അതിനച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. അച്ഛൻ്റെ പേരൻസ് മരിച്ചു. പിന്നെ അങ്കിളാണെങ്കിൽ അച്ഛൻ്റെ പേരൻറ്റിന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ കല്യാണം നടന്നത്. നിൻ്റെ ചേട്ടനാണെങ്കിൽ അവളെ സ്നേഹിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്ക്. എനിക്കത് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. നീ വാ, നിന്നെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്ക് വേറെ പണിയുണ്ട്. ആ റൂം നമ്പർ 401 പേഷ്യൻറ്റിനെ നന്നായിട്ട് ശ്രദ്ധിച്ചോണം. എന്തെങ്കിലും ചെറിയ മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ എന്നോട് വന്ന് പറഞ്ഞോണം കേട്ടോ. യു മേ ഗോ. ഇതാര്, ഡോക്ടർ മൈക്കിളോ? ഡോക്ടറെ, ഡോക്ടറിൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് കേട്ടു. അന്യമതസ്ഥനായ ഒരാളെ കല്യാണം കഴിക്കുന്നത് തെറ്റല്ലേ ഡോക്ടറെ? അന്യമതസ്ഥയായ ഒരുത്തിനെ കെട്ടുന്നത് തെറ്റാണെന്ന് ബൈബിളിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കൂടുതൽ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കണ്ട. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങുമല്ലേ? ശരി, അങ്ങ് ഇറങ്ങ്. അയ്യോ ഡോക്ടർ, ഇങ്ങനെ ചൂടാവാതെ. അതിനും മാത്രമായിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കിരൺ, തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞല്ലേ? മൈക്കിളെ, ഒന്ന് വന്നേ. ഓ, ഇവൻ എത്തിയിട്ടുണ്ടോ? എടാ, നിൻ്റെ കല്യാണം അല്ലേടാ ഇന്നലെ നടന്നത്. നിനക്ക് ആ കുഞ്ഞിനെയും കൊണ്ടൊന്ന് പുറത്തൊക്കെ പോയി കൂടെ? ഓ, ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇവിടെ ആരും മരിക്കാൻ കിടക്കോ? ഡോക്ടേഴ്സില്ലാത്ത ക്ഷാമമല്ല ഈ ഹോസ്പിറ്റലിന്. എന്നെ ഇത് ഉപദേശിക്കാനാണോ ഈ സമയത്ത് നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? എന്നെ കാര്യം എന്ന് വെച്ചാൽ പറ. പിന്നെ അവളുമായിട്ട് പുറത്തു പോകാൻ ഇന്ന് നടക്കത്തൊന്നുമില്ല. ഞാൻ അവളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. എൻ്റെ പൊന്നു മൈക്കിളെ, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിനക്ക് താല്പര്യമില്ലാത്ത കഴിഞ്ഞ കല്യാണമാണ്. ഇപ്പോൾ കല്യാണം നടന്നു പോയില്ലേ? നിൻ്റെ ഭാര്യയാണ് അവൾ. നീ അവളെ നന്നായി സ്നേഹിക്കണം. അല്ലാണ്ട് വെറുതെ വിളി കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഓരോരോ കാരണം അവൻ പറഞ്ഞേക്കുന്നത്. റെസ്റ്റ് എടുക്കുമെന്ന് പോയി. അവളെന്നെ പ്രസവിച്ച് കിടക്കുമല്ലെന്ന് വെച്ചാൽ ആയിരിക്കട്ടെ. എന്നെ റെസ്റ്റ് എടുക്കാനുള്ള കാരണം? നിങ്ങൾ രണ്ടുപേരും എന്നെ വിളിച്ചു വരുത്തിയത് ഇവിടെ നിന്ന് ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണോ? നീ എന്നെ പഠിപ്പിക്കേണ്ടടാ ജിമ്മിനെ, ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന്. പിന്നെ അവളെ റെസ്റ്റ് എടുക്കാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇന്നലെ രാത്രി ഞാൻ അവളെ നന്നായിട്ടൊന്ന് സ്നേഹിച്ചു, അതുകൊണ്ടാണ്. സ്നേഹിച്ചെന്നോ? റേപ്പെങ്ങനെയാണോ? പുല്ല് തോന്നിയ ദിവസം പറഞ്ഞല്ലോ അടിച്ച് കാരണം ഞാൻ പുകയ്ക്ക്. റേപ്പൊന്നുമല്ല, അവളുടെ സമ്മതത്തോടെ തൊട്ടി തന്നെ. എൻ്റെ പൊന്നു കർത്താവ്, ഇവൻ ഇത്രയും ഫാസ്റ്റായിരുന്നോ? എൻ്റെ ദൈവമേ, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തേക്കുന്നത് കേട്ടോടാ. നീ ആ കൊച്ചിനെ അധികം അങ്ങ് സ്നേഹിക്കേണ്ട. അതിൻ്റെ പ്രായം കുറവാണ്. അവിടെ ആ ഡിഗ്രി ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ കേട്ടോ. മതി രണ്ടുപേരും നിർത്തിക്കുക. ഇനി പറയാൻ വന്ന കാര്യം പറയാം. എടാ, മെഡിക്കൽ കോളേജിൽ ഒരു ക്ലാസ് എടുക്കാൻ പോകേണ്ടി വരും. അതിന് നമ്മൾ 3 ഡോക്ടേഴ്സിനെയാണ് അവർ സെലക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്കെങ്കിൽ പോയേക്കാം. പക്ഷേ അത് 2 months അങ്ങോട്ട് കഴിഞ്ഞിട്ടല്ലേ ക്ലാസ് വരുന്നത്? ആടാ, എന്നിട്ട് ആ മാറ്റർ പറയാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത്. മോളെ, ഇന്നാടാ ഈ പാല് കുടിക്കേ. ഇത്ര നേരമായി ചെറുക്കൻ ഈ വീട്ടിലേക്ക് വരാറായിട്ടില്ലല്ലോ. മമ്മി പോയി കിടന്നു. എന്തെങ്കിലും എമർജൻസി ആയിരിക്കും. ഞാൻ വെയിറ്റ് ചെയ്തോളാം. അച്ചു, ബാ കിടക്കാം. ലേറ്റ് ആയില്ലേ? ദൈവമേ, ഇച്ചാനിതെപ്പം വന്ന്. എഡിജീനെ, അവനിപ്പോൾ അങ്ങോട്ട് കയറി പോകുന്ന കണ്ടല്ലോ. അവർ കഴിക്കാൻ വരുന്നില്ലേ? അതിരിക്കട്ടെ, അച്ചു എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല ഇച്ചയ, അവനെ നോക്കിയിരിക്കുമായിരുന്നു ആ കൊച്ച്. ആണോ? എങ്കിൽ പിന്നെ അവർ വന്ന് കഴിച്ചോളൂ. എന്തായാലും അവരുടെ സ്വർഗത്തിലെ കട്ടറും പോകണ്ട. വാ, നമുക്ക് പോയേക്കാം. ഞാൻ കുറച്ച് നാളായി ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ. നല്ല ക്ഷീണവും മുഖത്ത് തോന്നിക്കുന്നുണ്ടല്ലോ. എന്നടി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ചെയ്യാനായിട്ട് വല്ല വഴക്കുവാണോ? അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരത്തില്ല. കൊല്ലം കുറേയായി നിൻ്റെ പുറകെയൊക്കെ ഇങ്ങനെ നടക്കുന്നത്. എന്നെ അടി കാര്യം. അത് പിന്നെ മിയ, ഇച്ചായന് എന്നോട് ശരിക്കും സ്നേഹമുണ്ടെന്ന് അറിയത്തില്ല. ഫിസിക്കൽ നീഡ്സിന് വേണ്ടി എന്നെ യൂസ് ചെയ്യുന്നവർ തോന്നുമോ? എടി, നീ ഇതെന്തൊക്കെയാ പറയുന്ന? ഇച്ചായൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നീ ഇച്ചായനോട് തുറന്ന് സംസാരിക്കണം. എനിക്കറിയത്തില്ല മിയ, എനിക്ക് ഓർക്കുമ്പോൾ തന്നെ വിഷമം. റിലാക്സ്.
നീ ഇച്ചായനോട് സംസാരിക്കേ കേട്ടോ. ഹലോ, ഇതെന്താ രണ്ടുപേരും കൂടി ഒരു സ്വകാര്യം പറിച്ചില്ല? എടി അച്ചു, നീ ഒന്ന് വന്നേ, എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. എന്താ ഏട്ടാ, കുറേ നാളായല്ലോ ഏട്ടനെയൊക്കെ കണ്ടിട്ട്. അച്ഛനൊക്കെ ഇടയ്ക്കൊക്കെ അന്വേഷിക്കാം കേട്ടോ. ആ, അന്വേഷിക്കുന്നുണ്ടടി. അതുകൊണ്ട് തന്നെ വില്ലേച്ചൻ പറഞ്ഞു വിട്ടിട്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ കാണാൻ വന്നത്. ഒരു മിനിറ്റ് കേട്ടോ. ഓ, ഈ സമയത്ത് ആരാണ് ഇനി മെസ്സേജ് അയക്കുന്നത്? മിയയുടെ മെസ്സേജ് ആണല്ലോ. ഇവനെന്തിനാ അവളെ കാണാൻ വന്നേക്കുന്ന? എന്നതാടാ, പ്രസൻറ്റേഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോ ഗായ്സ്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. എനിക്കാണെങ്കിൽ വീട്ടിലേക്ക് പോകണം. പാക്ക് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ഇച്ചായ എന്നാ പറ്റി? ഡി അച്ചു, ഇന്ന് നിന്നെ കാണാനാണെങ്കിൽ അശോക് വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇത്രയും നാൾ നിൻ്റെ കുടുംബക്കാരൊന്നും നിനക്കില്ലായിരുന്നല്ലോ. ഇനി അത് വേണ്ട. പിന്നെ ഞാൻ ഇന്ന് സ്റ്റേറ്റ്സിലേക്ക് പോവാം. കുറച്ച് പാക്കിംഗ് ഉണ്ട്, നീ ഇത് ചെയ്യും. അശോകേട്ടൻ വന്ന കാര്യം എങ്ങനെയാണ് അറിഞ്ഞത്? അച്ഛൻ്റെ സ്വത്തുക്കളിൽ വീതം വെച്ച്, അതുകൊണ്ട് എൻ്റെ ഷെയർ എന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. രജിസ്റ്റർ ഓഫീസിൽ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടെന്നും പറഞ്ഞു. ആ, അത് വിട്ടേ നീ. ഞാനാണെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്സിൽ നിന്ന് വരത്തുള്ളൂ. എനിക്ക് ഡ്രസ്സ് പാക്ക് ചെയ്യേ, ഞാനെങ്കിൽ പോയി ഫ്രഷ് ആവട്ടെ. എനിക്ക് ഇച്ചായനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഇപ്പം ടൈമില്ലല്ലോ. ഞാൻ പോയിട്ട് വന്നതിന് ശേഷം പോരെ വിശദമായിട്ടുള്ളൊരു സംസാരം? അതോ അത്രയ്ക്ക് അത്യാവശ്യമായ മാറ്റർ വല്ലതും കാണോ? എന്തായാലും ഞാൻ ഫ്രഷ് ആയിട്ട് വരട്ടെ, അതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അച്ചു പാക്ക് ചെയ്ത് കഴിഞ്ഞു. ജിമ്മിന് എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു, അവനിപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വരുമെന്ന്. എനിക്കെങ്കിൽ കുറച്ച് സംസാരിക്കണമായിരുന്നു. ഞാനെന്തായാലും 2 വീക്സ് കഴിഞ്ഞിട്ടല്ലേ ഡി വരത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ സംസാരിച്ച സമയം കളയണ്ട. ഡാ മൈക്കിളെ, ഞാനെത്തി. ഡാമറ്റ്, ഇനി വരാൻ കണ്ട സമയം. എടാ ഞാനിപ്പം വരുന്നു, 5 മിനിറ്റ്സ്, നീ താഴെ ഇരിക്കേ. എടി, നിനക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ. അത് ഞാൻ ഇച്ചായൻ തരുന്ന ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കാറില്ല. കഴിക്കാറില്ലെന്നോ? അതിനെന്താ കഴിക്കുന്നത് നീ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ ചെറുപ്പത്തിൽ തന്നെ നീ പ്രഗ്നൻ്റ് ആവണ്ട. പിന്നെ എനിക്കിപ്പോൾ ഒരു അപ്പനാവാനും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ആ ടാബ്ലറ്റ് തന്നത്. നീ അതെന്താ കഴിക്കാൻ ഞാൻ? സോറി, അതെനിക്ക്. കരയണ്ട. ഞാൻ പോകുമ്പോൾ നിൻ്റെ കണ്ണീര് കണ്ടിട്ട് പോകുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നിങ്ങൾ പോയിട്ട് എന്നാ വരുന്നത്? 2 വീക്സ് എടുക്കുമടി. ഒരു ഡോക്ടേഴ്സിൻ്റെ സെമിനാറാണ്. അവനോട് 1 വീക്കിനെ പറഞ്ഞോളൂ. ഇവനെ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. ഇവനിതെവിടെ പോയി? ദാ വന്നല്ലോ ആള്. എടാ, എന്നാടാ അച്ചു താഴേക്ക് ഇറങ്ങി വരാഞ്ഞ്? നീ പോകുന്നിടത്ത് തലവേദനയാടാ, അതുകൊണ്ടാണ്. ഉള്ളത് സത്യമായിട്ട് നീ പറഞ്ഞോ. എന്നാ പ്രശ്നം? നിൻ്റെ മിണ്ടുന്ന സാധനം എന്നെ കാണാതെ പോയോ? അല്ലെങ്കിൽ നമ്മളൊന്നും ചോദിച്ചൊന്നും പറയത്തുമില്ല. ആയിക്കോട്ടെ. രണ്ടാഴ്ച എന്ന് പറഞ്ഞ് പോയ ചെറുക്കനാ, ഇതിപ്പോൾ 1 മാസമായി. ആ കൊച്ചിനാണെങ്കിൽ ഒരു വിഷമം പോലെയാണ്. നല്ല ക്ഷീണം അതിനുണ്ട് ചായ. എന്നാ ഇപ്പം ചെയ്യുന്ന? അതവൻ വരാത്തതിൻ്റെ അടി. അവനിപ്പം വന്നോളും. പോയ സമയത്ത് പെട്ടെന്നുണ്ടായ വാറിൻ്റെയൊക്കെ കാരണം കൊണ്ടല്ലേ. ഒരാഴ്ചക്കുള്ളിൽ എത്തുമെന്നാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അത് വരുമ്പോൾ ശരിയാവും. ഡാമിറ്റ്, ഈ 1 മന്തായിട്ട് ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കും. ഫോൺ കൊടുക്കത്തില്ല. ഇന്നും ഫോൺ വിളിച്ചിട്ട് എടുത്ത് കാണത്തില്ലായിരിക്കും അല്ലേ? നിൻ്റെ ഇരുത്തം കണ്ട് എനിക്ക് ചിരിയാണ് വരുന്നത്. ആരെങ്കിലും കാണിക്കുന്ന പണിയാണോ? പ്രഗ്നൻസി കൺട്രോൾ പിൽസ് അവളുടെ പഠിത്തം ഓർത്തിട്ടല്ലേടാ. പിന്നെ അങ്ങനെയാണെങ്കിൽ അവളോട് നീ തുറന്ന് പറയണമായിരുന്നു. ഇതിപ്പം നീ അവളെ ഉപയോഗിക്കുന്ന പോലെ അവൾക്ക് തോന്നത്തില്ലേടാ പന്നെ. ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ഇനി എന്നെ നോക്കിയിട്ട് എന്നാ കാര്യം?
നീ അവളോട് എപ്പോഴെങ്കിലും ഐ ലവ് യു അല്ലെങ്കിൽ പ്രപ്പോസലോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പം പിന്നെ അവളെന്നാ വിചാരിക്കുന്നത്? നിൻ്റെ ഈ ഫിസിക്കൽ നീഡിന് വേണ്ടി അവളെ യൂസ് ചെയ്ത പോലെയല്ലേ അവൾക്ക് തോന്നത്തുള്ളൂ. തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടോ അടിച്ച് അണപ്പരി ഞാൻ താഴെയിടും. എനിക്കവളെ ഇഷ്ടമായത് കൊണ്ടാണ്. അതിപ്പോൾ അപ്പം പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവളെ കെട്ടിയാൻ. എടാ മന്ദബുദ്ധി മൈക്കിളെ, അവൾക്ക് അറിയില്ലടാ നിനക്ക് അവളോട് മൂത്ത പ്രേമമാണെന്ന്. അതാ ഞാൻ പറഞ്ഞത്. എന്തായാലും ഒരു ആഴ്ചയും കൂടെ നീ ക്ഷമിക്കുക, നമുക്കെല്ലാം ശരിയാക്കാം. അവളുടെ പിണക്കോ മാറ്റാം. അവളെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. മിസ്സസ് അശ്വതി മേക്കർ വരി കുട്ടി കയറാം. മിസ്സസ് അശ്വതി ഡോക്ടർ മൈക്കിളിൻ്റെ വൈഫല്ലേ? എന്താ ഇവിടെ? എന്താ പ്രശ്നം? ഡോക്ടറിന് ഇച്ഛായനെ അറിയാവോ? ഞാൻ ഇവിടെ വന്ന കാര്യം ഡോക്ടർ ഇച്ഛായനോട് പറയരുത്. തലകറങ്ങുന്നുണ്ട്. അശ്വതി, ആ ചെയറിലേക്ക് ഇരുന്നേ. എന്ത് പറ്റി? വെള്ളം വേണോ? ജസ്റ്റ് മിനിറ്റ്, ഇപ്പം വരുന്നു. നേഴ്സ്, കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വാ. ഏയ് വേണ്ട ഡോക്ടർ, കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ, ഞാൻ പ്രഗ്നൻ്റ്. എനിക്ക് അബോർഷൻ വേണം. മിസ്സസ് അശ്വതി എന്താ ഈ പറയുന്നത്? അബോർഷനോ? ഈ കാര്യം മൈക്കിളിനറിയാവോ? ഇച്ഛായന അറിയത്തില്ല. ഇച്ഛായന അറിയണ്ട. പ്ലീസ് എന്നെ സഹായിക്കണം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. എൻ്റെ മൈക്കിളെ, നിനക്കിട്ടൊരു പണി തരാൻ വേണ്ടിയിട്ട് പറ്റിയ സമയം. ഇനി വേറെ വല്ല കൊച്ചാണ് ഇവളുടെ വയറ്റിലുള്ളത്. അശ്വതി വിഷമിക്കണ്ട. അശ്വതിനെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്തായാലും ഈ ഹോസ്പിറ്റലിൽ വെച്ച് അബോർഷനൊന്നും നടക്കാൻ പറ്റത്തില്ല. കാരണം ഡോക്ടർ മൈക്കിളിനോട് കൂടുതലാണ് ഇവിടെയുള്ളവർക്ക്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്യാം. അവിടെ ആകുമ്പം ആരെയും അറിയത്തില്ല. അശ്വതി അവിടെ എത്തിയാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റ്. താങ്ക് യു സാർ. ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കത്തില്ല. കാർത്തികേട്ടനോ എന്താ ഇവിടെ? ഇതാര്? അശ്വതിയോ? അശ്വതി എന്താ ഇവിടെ? ഡോക്ടർ മിഥുൻ, അശ്വതി എൻ്റെ പേഷ്യൻ്റാണ്. അശ്വതിക്ക് BP ഇപ്പം ലോ ആണ്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അശ്വതി ചെന്നോളൂ. അയ്യോ, മോൾ ഉറങ്ങിയ? ഞാനെങ്കിൽ കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ട് വന്ന. എടാ വിളിക്കണ്ട, അവൾക്ക് നല്ല പനിയുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നാ, കോളേജിൽ പോയിട്ട് വരുന്ന വഴിക്ക്. നീ പോയത് മുതൽ ആൾക്ക് നല്ല ഉഷാറൊന്നും ഇല്ലായിരുന്നു. എന്തായാലും നീ വന്നല്ലോ, ഇപ്പം ശരിയായിക്കോളാം. മിയ ആണെങ്കിൽ ഇവിടെ ഇല്ലടാ, ഫൈനൽ ഇയർ അല്ലേ, അതുകൊണ്ട് ടൂറുണ്ട് അവർക്ക്. മോൾക്ക് പനിയായതുകൊണ്ട് പോകാൻ പറ്റിയില്ല, അതിൻ്റെ ചെറിയ വിഷമവും ഉണ്ട്. നീ എന്തായാലും ഫ്രഷ് ആയിട്ട് വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. കഴിക്കുക പോലും ചെയ്യാതെ അവൻ എന്നെ പോക്ക പോയത് എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞേ. എങ്കിൽ ശരി, എന്നെങ്കിൽ പിന്നെ ആ കൊച്ചിനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിക്കൂടെ? എന്തായാലും അവൻ ഇവിടെ വന്നില്ലേ, നാട് വീട്ടൊന്നും പോവല്ലോ. എന്തെങ്കിലും എമർജൻസി ആയതുകൊണ്ടല്ലേ, ഒരാളുടെ ജീവനല്ലേ. നീ ഇങ്ങനെ പറയാതെ. അതെ, ആ കൊച്ചു എഴുന്നേറ്റ് വന്നല്ലോ. എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം. ആ മോളെ ഒന്നും കഴിച്ചില്ല, ബാ ഇരിക്കെ, മമ്മി കഞ്ഞി കോരി തരാം. അവൻ വന്നായിരുന്നു മോളെ, എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞിപ്പോൾ പോയി. ആണോ? അശ്വതി വന്നിട്ട് നിന്നോട് ഒന്നും പറഞ്ഞില്ലേ? ഇല്ലെന്നേ, എന്നെ കണ്ടപ്പോൾ അവൾ ചെറുതായിട്ടൊന്ന് ഞെട്ടി. പിന്നെ ഞാൻ കാര്യം എന്താണെന്ന് തിരക്കിയിട്ട് അവൾ പറഞ്ഞില്ല. എന്നതാണെന്ന് ആർക്കറിയാം. കിരൺ ഡോക്ടറിനെയാണ് കണ്ടത്. അവൾ പ്രഗ്നൻ്റാണ് ഫെലി. ഞാനെന്നാണെങ്കിൽ റെഡിയായിട്ട് ഞങ്ങളുടെ കബോർഡ് തുറന്നപ്പോൾ അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചൊരു പ്രഗ്നൻസി കിറ്റ് കണ്ടു. അതിൽ പോസിറ്റീവാണ്. അത് ചെക്ക് ചെയ്യാൻ അവളിവിടെ വന്നത്. വാട്ട്? എടാ നീ ഇതെന്താ പറഞ്ഞത്? 1 മന്തായി അവൾ പ്രഗ്നൻ്റ് എന്ന് അവൾ അറിഞ്ഞിട്ട്. അതിൽ പിന്നെ എന്നോട് സംസാരിച്ചിട്ടില്ല. ഞാൻ വിളിക്കുന്ന ഫോൺ കോൾസും അറ്റൻഡ് ചെയ്തിട്ടില്ല.
ഇന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ആണെങ്കിൽ അവൾ ചെറിയ പനിയായിട്ട് കിടക്കുമെന്നാണ് മമ്മി പറഞ്ഞത്. ഡാ പുല്ല് എല്ലാം ഒപ്പിച്ചിട്ട് ഇനി അവൾ മിണ്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ്റെ ആക്രാന്തം കണ്ടപ്പോഴേ തോന്നി ഇതിലേ അവസാനിക്കത്തുള്ളൂ. ഇത് നിങ്ങളുടെ ഇടയിൽ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലേ? അത് തുറന്ന് സംസാരിച്ചാൽ മാറാവുന്ന കാര്യമേ ഉള്ളൂ. അവളുടെ വിചാരം എനിക്ക് തോന്നുന്ന അവളോട് നിനക്ക് സ്നേഹമില്ലെന്നാണ്. പക്ഷേ നിൻ്റെ ഉള്ളിലെ സ്നേഹം അവൾക്ക് അറിയത്തില്ലല്ലോ. നീ തുറന്ന് സംസാരിക്കേ. നീ അവളെ വർഷങ്ങളായിട്ട് പ്രണയിക്കുമെന്ന് നീ ഉള്ള കാര്യം തുറന്നു പറ. നാളെ ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പ്രാക്ടിക്കൽ ക്ലാസ് എടുക്കണ്ടേ? അത് കഴിഞ്ഞിട്ട് ജിമിനെ നൈറ്റ് ആണെങ്കിൽ എനിക്കൊരു റെസ്റ്റോറൻറ്റിലൊരു ടേബിൾ ബുക്ക് ചെയ്യാമോ? നീ ഒരു ക്യാൻഡിൽ നൈറ്റ് ഡിന്നർ കൊടുത്തൊരു സർപ്രൈസ് തന്നെ അവൾക്ക് കൊടുക്കാം. ഇനി അവനെ അത് പറഞ്ഞ് അലയിപ്പിക്കേണ്ട. എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഒരു ടേബിൾ റിസർവ് ചെയ്യാൻ പറഞ്ഞേക്കാം. ഓക്കെ ഡോക്ടർ, ഞാൻ നാളെ വരാം. ആരെ അച്ചു വിളിച്ചത്? എവിടെ വരുന്ന കാര്യമാണ് പറഞ്ഞത്? ഫ്രണ്ട് ഷോപ്പിങ്ങിന് പോകുന്ന കാര്യം. എന്തു പറ്റി? നേരത്തെ പോലെ ഒരു ഉഷാറില്ലല്ലോ. എന്നോട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. എന്താ? നത്തിങ്. ഞാൻ നിന്നെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. These my dollars make it hurt. മോളെ വന്നിരിക്കുക. മമ്മിയാണെങ്കിൽ കഴിക്കാൻ എടുക്കാം. എല്ലാവരും കഴിച്ചിട്ട് ഓഫീസിലേക്ക് പോയി. മോൾക്കും കൂടെ വന്നിട്ട് ഞാനും ഇറങ്ങാമെന്നാണ് കരുതിയത്. മമ്മി, ഞാനും ഇന്നൊരു ഫ്രണ്ടിനെ കാണാൻ പോകുന്നുണ്ട് പുറത്ത്. ആണോ? എന്നെങ്കിൽ പിന്നെ മോൾ കഴിച്ചിട്ട് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. എന്നിട്ട് മോളുടെ ഫ്രണ്ടിൻ്റെ വീട് എവിടെയെന്ന് വെച്ചാൽ അവിടെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, അത് വേണ്ട മമ്മി. എന്നെ ബസ് സ്റ്റോപ്പിൽ വലിയ ഇറക്കി വിട്ടാൽ മതി. അല്ലെങ്കിൽ മമ്മി ബാങ്കിൽ ചെല്ലാൻ വൈകത്തില്ലേ? ഓക്കേടെ കുട്ടാ, എന്നെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാം. ഓക്കെ സ്റ്റുഡൻസ്, എൻ്റെ പേര് ഡോക്ടർ മൈക്കിൾ. അന്നേരം ഞാനാണ് നിങ്ങളുടെ ഇന്ന് പ്രാക്ടിക്കൽ എക്സാമിന് കൂടെ വരുന്നത്. പിന്നെയാണെങ്കിൽ നിങ്ങൾ 5 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിലും 4 പേര് വെച്ച് ഓരോ ഡോക്ടേഴ്സിൻ്റെ കീഴിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വരുന്ന 4 പേരുടെ പേര് ഞാൻ വായിക്കാം. ഡോക്ടർ അമൽ, ഡോക്ടർ ആനന്ദ്, ഡോക്ടർ അശ്വിൻ ആൻഡ് ഡോക്ടർ പ്രിയ. അന്നേരം ഇത്രയും പേര് എന്നെ ഫോളോ ചെയ്തോളൂ. ഇവിടെ നിർത്താൻ മതിയില്ലേ മോളെ? സൂക്ഷിച്ച് പോയിട്ട് വരണം കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മമ്മിനെ വിളിക്കാൻ മടിക്കണ്ട കേട്ടോ. ഏയ് മമ്മി പേടിക്കണ്ട, ഞാൻ സേഫായിട്ട് പോയിട്ട് വന്നോളാം. ശരി എന്നെങ്കിൽ മമ്മി, ബൈ. ഓക്കെ, ഇയാളുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അടുത്ത പേഷ്യൻറ്റിനെ തിയേറ്ററിലേക്ക് വിളിച്ചോളൂ. സാർ, അവസാനത്തെ പേഷ്യൻറ്റിന് ഒരു അബോർഷൻ ചെയ്യാമെന്ന കുട്ടിയാണ്. ബട്ട് ആ കുട്ടീനെ കണ്ടിട്ട് ഷീസ് നോട്ട് ഓക്കെ. സിറ്റി ഹോസ്പിറ്റലിൽ കിരൺ ഡോക്ടർ റെഫർ ചെയ്ത് ഇങ്ങോട്ട്. പേഷ്യൻറ്റിൻ്റെ പേരെന്നാ ഡോക്ടർ പ്രിയ? മിസ്സിസ് അശ്വതി മൈക്കിൾ എന്നാ പേര്. ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ് ഇവിടെ അവസാനിച്ചു. ഈ ലാസ്റ്റ് പേഷ്യൻറ്റിൻ്റെ വൂണ്ടാണെങ്കിൽ നന്നായിട്ട് കെട്ടിക്കൊടുത്ത് പെയിൻ കില്ലറും കൊടുക്കുക. ഡോക്ടർ പ്രിയ, എവിടെയാണ് അശ്വതി? ക്യാബിനിലുണ്ട് സാർ. എങ്ങനെ തോന്നി നിനക്ക്? എങ്ങനെ തോന്നി എൻ്റെ അച്ചു നമ്മുടെ കുഞ്ഞിനെ ഇല്ലെന്നാക്കാൻ? അതിരിക്കട്ടെ, നീ പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം എന്തുകൊണ്ടാണ് നീ എന്നെ അറിയിക്കാഞ്ഞത്? അതോ ഇനി അത് വേണ്ടെന്ന് തന്നെ വെച്ചോ നീ? ഇച്ചയ, I'm sorry. ഞാൻ കരുതി ഇച്ചയനെ കുഞ്ഞിനെ വേണ്ടെന്ന്. ഇച്ചയനോട് ഒരിറ്റ പോലും സ്നേഹമില്ലെന്നാണ് കരുതിയത്. എങ്ങനെ തോന്നി അച്ചു നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ? എനിക്ക് നിൻ്റെ സ്നേഹമില്ലെന്നോ? സ്നേഹമില്ലായിരുന്നെങ്കിൽ ഞാൻ പിന്നെ നിന്നെ കെട്ടുകൂടി. എൻ്റെ ദൈവമേ, എനിക്ക് ആഹപ്പാടെ ദേഷ്യമുള്ളത് നിന്നെ ഇത്ര നേരത്തെ കെട്ടിയതിൽ ഓർത്തിട്ടാ. വർഷങ്ങളായിട്ട് നിന്നെ ചങ്കിക്കൊണ്ട് നടക്കുവാടി.
അച്ചോ, നിൻ്റെ ഡിഗ്രിയും കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ മതിയെന്നുണ്ടായിരുന്നു. എനിക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം നിൻ്റെ കൂടെ. അത് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് കല്യാണത്തിന് അപ്പം താല്പര്യമില്ലായിരുന്നത്. അല്ലാതെ എനിക്ക് നിന്നെ ഇഷ്ടമല്ലഞ്ഞിട്ടല്ല. ഇഷ്ടമല്ലെങ്കിൽ നിൻ്റെ ശരീരത്ത് പോലും ഞാൻ തുറത്തില്ല. ഇത്രയും വലിയൊരു ഡിസിഷൻ അവിടെ എന്നോട് പോലും ചോദിക്കാതെ എടുത്തേക്കുന്നത്. സോറി അച്ചായ, അല്ലെങ്കിൽ ഞാനിത് ചെയ്യില്ലായിരുന്നു. എനിക്ക് പറ്റില്ല. അച്ചോ, നീ വിഷമിക്കേണ്ട, കരയേണ്ട, കണ്ണീരൊക്കെ തുടക്കി. ഈ സമയത്ത് കരയുന്ന കുഞ്ഞിനും നല്ലതല്ല. ഇനി എന്തെങ്കിലും നീ തീരുമാനിക്കുന്നതിന് മുമ്പ് എന്നോടും കൂടെ ഒന്ന് ചോദിക്കണം. ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അച്ചു. നീ പ്രഗ്നൻ്റ് ആയിരുന്നത് എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. ഐ ലവ് യു സോ മച്ച് അച്ചു. എനിക്ക് നീയില്ലാതെ പറ്റില്ലടി. സോറി, ഐ എം സോറി. ഇച്ചായ, തല കറങ്ങുന്നുണ്ട്. അച്ചു, പൊന്നു മോളെ, നീ ഞങ്ങളെ പീഡിപ്പിച്ച് കളഞ്ഞു കേട്ടോടി. സോറി അപ്പ. ഹേ, അങ്കിള് പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ മകനില്ലേ. പിന്നെ വയറ്റിൽ കിടക്കുന്ന ജൂനിയറിൻ്റെ പ്രകടനം കാരണം ഈ ചെറിയൊരു തളർച്ച അതിൻ്റെയാ. പറഞ്ഞ പോലെ അവനെ കണ്ടില്ലല്ലോടാ. ഓ അതോ, ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നേ. കിരൺ ഡോക്ടറിന് ചെറിയ ഡൗട്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാൻ പോയേക്കുന്ന. മതിയടാ മൈക്കിളെ, അല്ലെങ്കിൽ അവനങ്ങ് തീർന്നു പോകും കേട്ടോ. ഇനി ചെത്തരമായിട്ട് അവളുടെ പരിസരത്ത് കണ്ടാലോ. മോനെ, നിൻ്റെ സേവനം പെരുത്ത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഡിസ്മിസൽ ഓർഡർ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വാങ്ങിച്ചിട്ട് പോക്കണം കേട്ടോ. അപ്പൻ്റെയും മക്കളുടെയും ഓടിക്കളി കഴിഞ്ഞെങ്കിൽ കഴിക്കാൻ വാ. അത് പിന്നെ മമ്മി, ഞങ്ങൾക്കൊരു കാര്യം കേൾക്കാനുണ്ടായിരുന്നു. മൂന്നെണ്ണത്തിൻ്റെ മുഖത്ത് നല്ല കളലക്ഷണം ഉണ്ടല്ലോ. അതിരിക്കട്ടെ, എന്നതാ കാര്യം? അതില്ലേ മമ്മി, അപ്പോന് കളിക്കാനല്ലേ അമ്മി എന്നെ കൊടുത്തേ. ഇപ്പം ഞാൻ വളർന്നല്ലോ. അന്നേരം എനിക്ക് കളിക്കാനായിട്ട് ഒരാളെ കൂടി തരുമോ എന്ന് ചോദിക്കാനായിരുന്നു. അച്ചോടാ എൻ്റെ പാവ അമ്മുക്കുട്ടി. ഇങ്ങനെ ചോദിക്കണമെന്ന് എൻ്റെ അമ്മുക്കുട്ടിയോട് ആരാ പറഞ്ഞു തന്നത്? അപ്പുവാണോ അതോ? ഏയ്, അപ്പു അല്ല, ഇത് അപ്പയാ പറഞ്ഞിട്ട് ചോദിക്കാൻ തോന്നി. എൻ്റെ മക്കൾക്ക് ഞാൻ അവിടെ കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടാളും പോയി കഴിച്ചേ. എൻ്റെ അപ്പനോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓ, ഈ കാര്യത്തിന് എന്നെ ഇത്ര ചോദിക്കാനാന്നേ? നമ്മുടെ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുക്കണ്ടേടിയേ. ആ, കൊടുക്കണം. ആദ്യം നമ്മുടെ മിയയുടെ പ്രസവം ഒന്ന് കഴിയട്ടെ. ഓ, അതുവരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് സൗകര്യമില്ലടിയേ. ഇങ്ങോട്ട് വന്നേ നീ.